ഉണ്ടാക്കാലോ. ഉണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. കുറേ നാളായി ഹയാപ്പിയും ദിയാപ്പിയും കൂടിയിട്ട് ബൺമസ്ക എന്ന് പറയുന്നു. ബൺമസ്ക എന്ന് എപ്പോഴും പറയും ഉണ്ടാക്കി തരാൻ. ഇപ്രാവശ്യം എന്നെ ശരിക്കും ഒന്ന് പിടിച്ച് ബൺമസ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമ്മളുടെ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ്. അത് അൺസാൾട്ടഡ് ബട്ടർ വേണം കേട്ടോ നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അൺസാൾട്ടഡ് ബട്ടറും പിന്നെ ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഏതെൻ്റെ ഹാപ്പി? കണ്ടൻസ്ഡ് മിൽക്ക് അല്ല, കണ്ടൻസ്ഡ് മിൽക്കും ഇതും കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ബട്ടർ എടുത്തതിൽ 3/4 ഭാഗത്തോളം ബട്ടർ ഒരു ഇതിലിട്ടു, പാത്രത്തിലിട്ടു. എന്നിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ മതി കണ്ടൻസ്ഡ് മിൽക്കിന് പകരമില്ലേ ഞാൻ ഇവിടെ മിഠായിൻ്റെ ചെറിയൊരു ടിന്നുണ്ട്, മിഠായി മേറ്റ് സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മിഠായി മേറ്റ് യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ മതി, ഒരു ഐഡിയ വെച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. എന്നിട്ട് അത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ക്രീമി പരുവാകുന്നവരെ നല്ലവണ്ണം അത് മിക്സ് ചെയ്യണം. ഇത് കണ്ട ഇതിൽ കാണിക്കുന്ന പോലെ നല്ലവണ്ണം കുത്തി ഉടക്കാൻ വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം പെട്ടെന്ന് മെൽറ്റാവും. നമ്മൾ ബട്ടർ എടുത്തിട്ട് ഒരു 1/2 hour പുറത്ത് വെച്ചാൽ മെൽറ്റാവും ഓൾറെഡി. ഇത് അങ്ങനെ നല്ലോണം കണ്ടാവും. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നന്നായി ഉടഞ്ഞ് കിട്ടും. കണ്ട നല്ല ക്രീമി പരുവായി. നമ്മളിപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങണ ഒരു പരുവത്തിൽ സംഭവം ആയിട്ടുണ്ട്. നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ നല്ല സ്മൂത്തായി കിട്ടും കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റോ അടിപൊളിയാണ്. ഈ കണ്ടൻസ്ഡ് മിൽക്കും ഈ ബട്ടറും കൂടി മിക്സ് ചെയ്യുമ്പോഴേ ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ദിയാപ്പി ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്പോൾ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കി അല്ലേ ദിയാ? എന്നിട്ട് അത് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. അതൊക്കെ സെറ്റാക്കിയൊരു ഭാഗത്ത് വെച്ചപ്പോൾ ഇനി നമ്മളുടെ ബണ്ണാണ് വേണ്ടത്. ബണ്ണ് പക്ഷേ ഞങ്ങൾക്കില്ലേ കറക്റ്റ് ബൺമസ്കയുടെ ബണ്ണ് കിട്ടിയില്ല കേട്ടോ. കുറേ അന്വേഷിച്ച് നടന്നു, അത് കിട്ടിയില്ല. അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് കേട്ടോ ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. എന്നാലും ഞങ്ങൾ ഇത് വെച്ചനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിൻ്റെ ബണ്ണെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, ഒത്തിരി സ്മോൾ ടൈപ്പ് ആയിരിക്കും കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്താണെന്ന് വെച്ചത് ബട്ടർ. നമ്മൾ ആദ്യം എടുത്ത് വെച്ച ബട്ടറില്ല, അതിൽ കുറച്ച് പേരെ ഭാഗത്തോളം നമ്മൾ ബട്ടർ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഭാഗത്തിൽ ഒരു കുഞ്ഞ് കഷ്ണം എടുത്തിട്ട് ഫുള്ള് സ്പ്രെഡാക്കി ഒരു ഫ്രൈ പാനിയിലിട്ടിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ ബണ്ണ് നല്ല ഒരിത്തിരി മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ട്. മൊരിഞ്ഞ് കിട്ടാനും നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഈ ബണ്ണുമ്മൽക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അത് നല്ലവണ്ണം അങ്ങനെ കുറച്ച് നേരം ഒരു 2 മിനിറ്റോളം നമ്മൾ ഫ്രൈ പാനി വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക സംഭവം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ 2 സൈഡിലും ഈ ബട്ടറിൻ്റെ ടേസ്റ്റ് പിടിക്കും. അപ്പോൾ 2 സൈഡ് നമുക്ക് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നല്ലവണ്ണം സെറ്റാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ കണ്ടാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും നമുക്ക്. മറ്റേതൊരു ഹാർഡ് പോലെ ഇരിക്കും പാക്കറ്റിൽ നിന്ന്. അപ്പം തന്നെ കിട്ടുന്നതല്ല, ഫ്രഷ് എന്ന് പറയാനല്ല, പാക്കറ്റിൽ വാങ്ങിച്ച് വെക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ടാവും. പിന്നെ എന്താ ചെയ്യുക, നമ്മൾ ഈ ബൺമസ്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഈ ബണ്ണിൻ്റെ ഉള്ളിൽ ഈ ക്രീമിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപാര ടേസ്റ്റാണ് കേട്ടോ ഈ ക്രീമിന്, നല്ല ടേസ്റ്റാണ്. ഉണ്ടാവും. ഇതിങ്ങനെ മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഒത്തിരി സ്പീഡ് കൂട്ടിയിട്ടാ. കാരണം എന്ന് വെച്ചാൽ ഫുള്ളങ്ങനെ ഓരോന്നിൽ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാൻ കുറേ ടൈം പോലെ. അത് കാരണം ഞാൻ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടിട്ട് ഈ ബണ്ണിൽ ഫുള്ളും സെറ്റ് ചെയ്ത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് സ്പെഷ്യൽ ഐറ്റം വേണോ? ബൺമസ്ക വേണോ? കഴിച്ചോക്ക്. അവിടെ വാഷ് ചെയ്യാൻ പറ്റില്ല, വെള്ളമില്ല. അതവിടെ വെള്ളം. ദിയ അങ്ങനെ സ്പ്രെഡ് ചെയ്യില്ലേ കുറേ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ.
സൂപ്പറാണോ?